ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വലിയ കാട്ടിൽ നടന്ന ഒരു കൊച്ചു കഥയാണ്. പണ്ടൊരിക്കൽ ഒരു വലിയ കാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ആ കാട്ടിൽ ഒരു ചെറിയ അണ്ണാനും ഉണ്ടായിരുന്നു. വലുപ്പത്തിൽ ചെറുതായിരുന്നെങ്കിലും അണ്ണാന് നല്ല ബുദ്ധിയായിരുന്നു. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങൾക്കിടയിൽ ഒരു വാർത്ത പരന്നു. കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ വിലപിടിപ്പുള്ള കിരീടം കാണാതായിരിക്കുന്നു. സിംഹം കിരീടം എല്ലായിടത്തും അന്വേഷിച്ചു. ഗുഹയിൽ നോക്കി, മരങ്ങളുടെ ചുവട്ടിൽ നോക്കി, കാട്ടിലെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. പക്ഷേ കിരീടം എവിടെയും കണ്ടില്ല. സിംഹം വളരെ വിഷമിച്ചു. അപ്പോൾ അണ്ണാൻ സിംഹത്തോട് പറഞ്ഞു, രാജാവേ, വിഷമിക്കേണ്ട, നമുക്ക് എല്ലാവരും കൂടി അന്വേഷിക്കാം. അങ്ങനെ അണ്ണാനും മറ്റു മൃഗങ്ങളും കാട്ടിലെ ഓരോ ഭാഗത്തും തിരഞ്ഞു. അണ്ണാൻ വളരെ ചെറിയ സ്ഥലങ്ങളിൽ പോലും നോക്കി നടന്നു. അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലെ കുറ്റിച്ചെടികൾക്കിടയിൽ എന്തോ തിളങ്ങുന്നത് അണ്ണാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ അടുത്തേക്ക് ചെന്നു നോക്കി. അതാ സിംഹത്തിന്റെ കിരീടം. എല്ലാവരും അത്ഭുതപ്പെട്ടു. പക്ഷേ കിരീടം അവിടെ എങ്ങനെ എത്തിയത് ആർക്കും മനസ്സിലായില്ല. അപ്പോഴാണ് അണ്ണാൻ മരത്തിന്റെ മുകളിലേക്ക് നോക്കിയത്. മരത്തിലൊരു കാക്ക കൂടുണ്ടാക്കിയിരുന്നു. കൂടിനുള്ളിൽ തിളങ്ങുന്ന പല സാധനങ്ങളും ഉണ്ടായിരുന്നു. കാക്ക തിളങ്ങുന്ന വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിൽ സിംഹത്തിന്റെ കിരീടവും എടുത്തു കൊണ്ടുപോയതായിരുന്നു. സിംഹത്തിന് തന്റെ കിരീടം തിരികെ കിട്ടി. അണ്ണാന്റെ ബുദ്ധിയെ എല്ലാവരും അഭിനന്ദിച്ചു. അപ്പോൾ സിംഹം പറഞ്ഞു, വലുപ്പമല്ല പ്രധാനം, ബുദ്ധിയും പരിശ്രമവുമാണ്. അന്നു മുതൽ കാട്ടിലെ എല്ലാവരും അണ്ണാനെ കൂടുതൽ സ്നേഹിച്ചു. കൂട്ടുകാരെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ചെറുതാണെന്ന് കരുതി ആരെയും വില കുറച്ച് കാണരുത്. ബുദ്ധിയും പരിശ്രമവും ഉണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയും. നന്ദി. കൂട്ടുകാരെല്ലാവരും നല്ല ആംഗ്യത്തിൽ അവതരിപ്പിക്കണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.